ഇതെന്താണെന്ന് അറിയത്തില്ല. രാവിലെ എണീറ്റപ്പോഴത്തെ ഭയങ്കര എനർജി. അങ്ങനെ രാവിലെ തന്നെ ജിമ്മിന് പോയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഈ സമയത്ത് ഞാൻ പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നായപ്പോഴത്തേക്ക് പോയിട്ട് തിരിച്ചു വരികയും ചെയ്തു. എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ എനർജിക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ വെറുതെ പോയി ചുമ്മാ ഫോണൊക്കെ നോക്കി കിടക്കും, അല്ലാതെ കിടക്കുകയാണ് ചെയ്താൽ ആ എനർജി മൊത്തം പോവും. അതെന്താ കാരണമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. അതിന് നല്ലത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജിമ്മിൽ പോയിട്ട് വന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിലൊരു മാങ്ങയും കഴിച്ചു കേട്ടോ. പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് മഞ്ഞളിൽ ഇത്രയും വലിയ പൂവുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ. പിന്നെ ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ആശിക്കുട്ടൻ വളർത്തുന്ന മീനാണ്. നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് വല്ലാണ്ട് മീനിപ്പോൾ അങ്ങ് വളർന്നു പോയിട്ടുണ്ട്. കുഞ്ഞിറന്നപ്പോൾ കൊണ്ടിട്ടതാണ്. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. നമ്മൾ ചെന്ന് നിന്നാൽ ഇങ്ങനെ ഭയങ്കര കലിപ്പ് മൂഡിലാണ് ആൾ നിൽക്കുന്നത് തന്നെ. പിന്നെ ആശി എപ്പോഴും പറഞ്ഞു ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തോട്ട് കൈകൊണ്ടുകൊണ്ട് ചെല്ലരുത്, കൊത്തി തരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് പോയിട്ടില്ല. കണ്ടാ പാമ്പിൻ്റെ ഒരു ദേഹം പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ആള് ഭയങ്കര ജാടക്കാരനാണ്. പക്ഷെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ആശിക്കുട്ടനെ നന്നായിട്ട് അറിയാം. നമ്മളെങ്ങനെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് വലിയ മൈൻഡൊന്നുമില്ല. ആശി വന്ന് നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതാണ്. പക്ഷേ അതിൻ്റെ അടുത്തോട്ട് കൂടുതൽ എടുക്കാത്തതായിരിക്കും നല്ലതെന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം കയ്യിൽ ഇങ്ങനെ വെച്ച് കൊത്തി തരും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ വെറുതെ പണി മേടിച്ച് കെട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനൊരു ടാറ്റയും കൊടുത്തിട്ട് ഞാൻ നേരെ അകത്തേക്ക് കയറിപ്പോയി.